മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം മികച്ച വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ എൻ.ഡി.എ ക്യാമ്പിൽ അസ്വസ്ഥത പടരുകയാണ്. മഹാവികാസ് അഘാടി സർക്കാരിനെ താഴെയിറക്കാൻ ബി.ജെ.പി നടത്തിയ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തകർന്ന് തരിപ്പണമായേക്കുമെന്നാണ് സൂചന. ശിവസേന, എൻ.സി.പി പാർട്ടികളെ പിളർത്തിയാണ് മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ അധികാരം പിടിച്ചത്. ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെയും എൻ.സി.പിയിൽ നിന്ന് അജിത് പവാറുമാണ് പാലം വലിച്ചത്. പിന്നാലെ പാർട്ടികളുടെ പേരും ചിഹ്നവും വിമതർക്ക് നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയെ സഹായിച്ചു. എന്നാൽ പാർട്ടി പേരും ചിഹ്നവും നഷ്ടമായിട്ടും പൊരുതിയ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ശിവസേനയും ശരത് പവാർ വിഭാഗത്തിലെ എൻ.സി.പിയും നേടിയത് തിളക്കമാർന്ന വിജയമാണ്. ഇപ്പോഴിതാ അജിത് പവാറിനൊപ്പമുള്ള എൻ.സി.പി നേതാക്കൾ ശരത് പവാർ ക്യാമ്പിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. എൻ.സി.പി ശരത് ചന്ദ്ര പവാർ സ്ഥാനാർത്ഥികളായ നിലേഷ് ലെങ്കെ, ബജ്രംഗ് സോനാവാനെ എന്നിവർ യഥാക്രമം അഹമ്മദ് നഗർ, ബീഡ് ലോക്സഭാ സീറ്റുകളിൽ നിന്ന് വിജയിച്ചതിന് ശേഷമാണ് പുത്തൻ സംഭവ വികാസങ്ങൾ ഉരുത്തിരിയുന്നതെന്നത് ശ്രദ്ധേയമാണ്. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിയുടെ ചില എം.എൽ.എമാർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരത് പവാറിന്റെ പാർട്ടിയുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു അജിത് പവാർ ക്യാമ്പിൽ നിന്ന് നിലേഷ് ലെങ്കെ, ബജ്രംഗ് സോനാവാനെ എന്നിവർ ശരത് പവാറിനൊപ്പം എത്തിയത്. അജിത് പവാർ ക്യാമ്പിലെ 19 എം.എൽ.എമാർ വരെ പാർട്ടിയിലേക്ക് മടങ്ങാൻ താൽപര്യപ്പെടുന്നുവെന്നാണ് ശരത് പവാറിന്റെ ചെറുമകനും കർജത് ജാംഗേഡ് എം.എൽ.എയുമായ രോഹിത് പവാറിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവരെ സ്വീകരിക്കണമോ എന്ന കാര്യം പാർട്ടി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് രോഹിത് പവാർ പറയുന്നത്. കാരണം പ്രയാസകരമായ സമയങ്ങളിൽ ശരത് പവാറിനൊപ്പം നിന്നവരെ അദ്ദേഹം ബഹുമാനിക്കുന്നു. അവർ പാർട്ടിയുടെ മുൻഗണനയായി തുടരുമെന്ന് രോഹിത് കൂട്ടിച്ചേർത്തു. അതേസമയം എൻ.സി.പി ശരത് പവാർ പക്ഷത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ പറയുന്നതനുസരിച്ച് തിരികെ വരുന്നവരെ തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ശരത് പവാറിൻ്റെതായിരിക്കും എന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൊവ്വാഴ്ച പുറത്തുവന്നു. ഞങ്ങളെ വിട്ടുപോയവരിൽ ചിലർ അവരുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്നിരുന്നാലും ഞങ്ങൾ അത് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ശരത് പവാറുമായി കൂടിയാലോചിച്ച ശേഷം പാർട്ടി തീരുമാനിക്കുമെന്ന് പാട്ടീൽ പറഞ്ഞു. അജിത്തിന്റെ എൻ.സി.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. അതേസമയം ശരത് പവാർ വിഭാഗം 8 സീറ്റിലാണ് വിജയിച്ചത്. മഹാരാഷ്ട്രയിലെ 48 മണ്ഡലങ്ങളിൽ 4 സീറ്റുകൾ മാത്രമായിരുന്നു മത്സരിക്കാനായി എൻ.സി.പിക്ക് ലഭിച്ചത്. ഇതിൽ എം.എൽ.എമാർക്കിടയിൽ അതൃപ്തി പ്രകടമായിരുന്നതായി വൃത്തങ്ങൾ പറഞ്ഞു. എൻ.ഡി.എ സർക്കാരിൽ ചേർന്നാൽ പാർട്ടി വളരുമെന്ന പ്രതീക്ഷയോടെയാണ് നേതാക്കൾ അജിത് പവാറിനെ പിന്തുണച്ചതെന്നാണ് ഒരു മുതിർന്ന എൻ.സി.പി നേതാവ് പറയുന്നത്. ബി.ജെ.പി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം പിന്തുണച്ചിട്ടും അജിത് പവാർ വിഭാഗത്തിന് സ്വന്തം തട്ടകമായ ബരാമതി ലോക്സഭാ മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. സുപ്രിയ സുലെയ്ക്കെതിരെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് മത്സരിച്ചത്. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കഴിഞ്ഞ ജൂലൈയിലാണ് മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യ സർക്കാരിൽ ചേർന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാം പൊളിഞ്ഞു തുടങ്ങിയെന്ന് ഇതോടെ വ്യക്തമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്.